പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ആ സ്ത്രീക്കെതിരെ വളരെ വലിയ തോതിൽ തന്നെയുള്ള ഒരു എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അതായത് അവരാണ് അതിന് ഉത്തരവാദി, അവരെ പിടിച്ചകത്തിടണം എന്നുള്ള തരത്തിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം എന്ന് തന്നെ പറയാം. ആ ഒരു തരത്തിൽ തന്നെയായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉടനീളം പലതരത്തിലുമുള്ള വീഡിയോസ് കണ്ടതെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ആ ബസ്സിൽ വെച്ച് നടന്ന ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല എന്നുള്ളതും വ്യക്തമാണ്. അതായത് ഈ പറയുന്ന തരത്തിൽ അവർ ആ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ രണ്ടാമതൊരു വീഡിയോ കൂടി ഇവർ ചെയ്യുകയാണ് ഇയാൾക്കെതിരെ. അതായത് ഈ പറയുന്ന രീതിയിൽ അവരെ വെളുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നുള്ള തരത്തിൽ വീണ്ടും ഈ വ്യക്തി, അതായത് ഈ മരണപ്പെട്ടു പോയ ആ വ്യക്തിക്കെതിരെ അത്രത്തോളം കടുത്ത ആരോപണം, അതായത് അയാളെ അങ്ങ് തരം താഴ്ത്തുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളായിരുന്നു രണ്ടാമത്തെ വീഡിയോയിൽ ഇവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇവർ ആ രണ്ടാമത് ചെയ്ത വീഡിയോ ആണ് ഏറ്റവും വലിയ തോതിൽ എഫക്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം ഇവർ ആ വ്യക്തിയെക്കുറിച്ച്, അയാളെക്കുറിച്ച് അങ്ങേയറ്റം വലിച്ചു കീറുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ബസ്സിൽ വെച്ച് നടന്ന ഇൻസിഡന്റ് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ കൈ തട്ടുന്നുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അവരുടെ തിരിച്ചുള്ള ഒരു റിയാക്ഷനാണ് അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തട്ടലോ മുട്ടലോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുക എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുഴപ്പമില്ല എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് ആ സ്ത്രീ തന്നെ അവിടെ ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത് നമ്മൾ കാണുന്നത് തന്നെ. എന്നിട്ട് അയാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും അവർ അതിന് പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതായത് മനഃപൂർവ്വം അവിടെ പോയി നിന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്ന തരത്തിൽ അതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് ആ ഒരു തരത്തിൽ ഇവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. പകരം അവർ വീഡിയോ എടുക്കുക മാത്രമാണ് അവിടെ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. അതും ഒന്നാമത്തെ ഭാഗമായിട്ട് എടുത്തു, പിന്നെ രണ്ടാമത് വീണ്ടും ഒരെണ്ണം എടുത്തു. അവർക്ക് അനുകൂലമായിട്ടൊരു കാര്യം ആ ഒരു വീഡിയോയിൽ കിട്ടിയപ്പോഴത്തേക്കും അവർക്ക് അതുകൊണ്ട് തൃപ്തിയായി. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തല്ല സോഷ്യൽ മീഡിയയിൽ ഇടേണ്ടതെന്ന് പറയുന്നത്. അതിന് നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പ്രതികരിക്കാം. പിടിച്ച് 2 അടി കൊടുക്കണമെങ്കിൽ അടി കൊടുക്കാം. അതല്ല വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ വിടണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിടും. ഇതിനൊന്നും തന്നെ മുതിരാതെ ഇവർക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ കിട്ടി, അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അത് വൈറലായി. അതിനുശേഷം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നു, അതും വൈറലായി. അവസാനം ഇയാൾ ജീവൻ ഒടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇപ്പോ ഈ പറയുന്ന ആള്, ഈ പറയുന്ന സ്ത്രീ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ തന്നെ കാണാനില്ല. അത് ഈ പറയുന്ന രീതിയിൽ അവർ പൂട്ടിക്കെട്ടി ഇനി നാട് വിട്ട് പോയോ, അതല്ല ഇനി നാട്ടുകാരെല്ലാവരും കൂടി റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ആ അക്കൗണ്ട് ഒന്നും തന്നെ കാണുന്നില്ല, ആ വീഡിയോസ് ഒന്നും തന്നെ കാണുന്നില്ല. എന്തായാലും ഇവർക്കെതിരെ കേസ് വളരെ വലിയ തോതിൽ തന്നെ പലരും കൊടുക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അത് ഈ പറയുന്ന രീതിയിൽ മെൻസ് അസോസിയേഷൻ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിലായാലും രാഹുൽ ഈശ്വറൊക്കെ തന്നെ ആയാലും കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ പലരും ഈ പറയുന്ന സ്ത്രീക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. കാരണം ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അവസാനം ഇവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ ഒരാളുടെ ജീവൻ തന്നെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരിക്കലും നമുക്ക് നിസ്സാരവൽക്കരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ല. ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഒരു ഫോണും ക്യാമറയും ഉണ്ടെങ്കിൽ എന്ത് കാര്യവും വീഡിയോ പിടിച്ച് അതിൻ്റെ അകത്ത് ഇടുക, വൈറലാവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അവർക്കൊക്കെ തന്നെ വലിയൊരു താക്കീതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ളവർക്കെതിരെ എടുക്കുന്ന നടപടികൾ എന്ന് പറയുന്നത്. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.